നമസ്കാരം. കേരള ന്യൂസ് 60 വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ വാർത്തകളൊക്കെ ലൈവായിട്ട് കിട്ടുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. വാർത്തയിലേക്ക്. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുകയാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആ വാർത്ത എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അതായത് മുഖ്യമന്ത്രി വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി വന്നിട്ടുണ്ട്, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല, മുഖ്യമന്ത്രി വന്നു പോയി എന്ന രീതിയിലൊക്കെ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്. സത്യത്തിൽ ഇന്ന് ഞാൻ ഏഷ്യാനെറ്റിലെ വാർത്തയാണ് ആദ്യം കണ്ടത്. സത്യത്തിൽ ആദ്യം ജനം ചാനലാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു പോയി. കാരണം ജനം ചാനലൊക്കെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ശൈലിയിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു വാർത്ത. കഷ്ടം തന്നെയെന്ന് പറയാതെ വയ്യ. നോക്കൂ, അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി ആദ്യം പോയി നിൽക്കേണ്ടത് മാധ്യമങ്ങളുടെ മുമ്പിലാണത്രേ. അങ്ങ് പറയുകയാണ് മാപ്രകളെല്ലാവരും കൂടി. അദ്ദേഹം അങ്ങോട്ടേക്ക് വരുന്നു. ആദ്യം തന്നെ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അദ്ദേഹം അന്വേഷിക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചതെന്നതിനെ പറ്റി അദ്ദേഹം അന്വേഷിക്കുന്നു. മാത്രവുമല്ല, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ പറ്റി അദ്ദേഹം അന്വേഷിക്കുന്നു. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ അദ്ദേഹം അവിടെ ചെയ്യുകയാണ്. അതൊന്നും ഈ പറയുന്നത് പോലെ ശരിയല്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ഞങ്ങളെ കാണണം, പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങള് സൂപ്പറാണ് എന്ന് പറയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുകയാണ് പറഞ്ഞത്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവും ഈ UDF ഉന്നയിച്ചത്. അപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ വിചാരിച്ചു, സത്യത്തിൽ ജനങ്ങൾ വിചാരിച്ചു ഇപ്പം ഓടിച്ചെല്ലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എവിടെ ചെല്ലാൻ? അവസാനം മാധ്യമങ്ങൾ ഓർത്തപ്പോ VD സതീശൻ ഓടി അങ്ങ് വരും. എങ്ങോട്ടേക്ക്? കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരും. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ബിന്ദുവിന്റെ വീട്ടിലേക്ക് വരും എന്നൊക്കെ ഓർത്തു. എങ്ങോട്ടേക്കും വന്നില്ല. പുള്ളി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. അല്ലെങ്കിലും ഈ വാർത്താ സമ്മേളനങ്ങളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ VD സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നു. വീണ ജോർജ് രാജിവെക്കണം, ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം, സർക്കാർ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിലും ജനങ്ങളുമായി ഇടപഴകാനും ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താനും ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാനും ഒക്കെ നമ്മുടെ പ്രതിപക്ഷം എന്നാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് വരാത്തതെന്ന് ആർക്കെങ്കിലും അറിയാമോ? കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആളുകളെ ചിലപ്പോൾ കൈകാര്യം ചെയ്തു വിടും. എന്തുകൊണ്ടാണ്? ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ പേരിൽ. അല്ലെങ്കിലും മരണങ്ങളെയൊക്കെ വിറ്റ് ഇങ്ങനെ എങ്ങനെ ലാഭം കൊയ്യാം എന്ന് ആലോചിച്ചാണല്ലോ ഇവർക്ക് നേരത്തെയും പരിചയം. അത് നമ്മൾ കണ്ടല്ലോ. എവിടെയാണ് കണ്ടത്? അതായത് വഴിക്കടവില് അനന്തു എന്ന് പറയുന്ന ഒരു പയ്യൻ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചപ്പോൾ അന്നും ആ മരണത്തെ, ആ 15 വയസ്സുകാരന്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് UDF കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരം നമ്മളാരും മറന്നിട്ടില്ല. അത് ഇവിടെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് പേടിച്ചിട്ടാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് പോലും വരാത്തത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഈ റീൽസോടുകളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇട്ട് ഇതെങ്ങനെ പൊലിപ്പിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ പാകത്തിന് സമൂഹ മാധ്യമങ്ങളോട് ജനങ്ങൾ എത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും, എത്തരത്തിൽ ഈ പറയുന്ന സർക്കാരിനെ എതിരെയാക്കാൻ പറ്റും എന്നൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് UDFന്റെ ഈ MLA മാരും ചില നേതാക്കളും ഒക്കെ. അത് മാത്രമാണല്ലോ ഇവർക്ക് അറിയാവുന്ന ഏക ഒരു വഴി എന്ന് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിലും മുഖ്യമന്ത്രി വന്നു കേട്ടോ. പക്ഷെ മാധ്യമങ്ങൾക്ക് അത് വാർത്തയുമല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. LDF സർക്കാരിന്റെ സമയത്ത് ആരോഗ്യ മേഖല മുഴുവൻ തകർന്ന് തരിപ്പടമായിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇന്നത്തെ അന്തിച്ചർച്ചയിലൊക്കെ അങ്ങനെ സ്ഥാപിക്കാനുള്ള ശ്രമമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ എന്തായിരുന്നു UDFന്റെ കാലഘട്ടത്തിലെ ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ അവസ്ഥ? എന്തായിരുന്നു? നമ്മുടെ മാധ്യമങ്ങൾ അത് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ അത് നമ്മൾ പറയണമല്ലോ. പനിക്ക് പോലും ചികിത്സയില്ലാതെ രോഗികൾ നിത്യ ദുരിതത്തിലാകുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF കാലത്തെ ആരോഗ്യ രംഗം ആരും മറന്നിട്ടില്ല. ഒരേ സമയം 2 ലക്ഷം പേർ പനി ബാധിച്ച് മതിയായ ചികിത്സ കിട്ടാതെ സർക്കാർ ആശുപത്രികളിൽ കിടക്കുന്ന ദുരിതാവസ്ഥ ആ കാലഘട്ടത്തിൽ എല്ലാ ചാനലുകളിലും നിത്യ വാർത്തകളായിരുന്നു. ഒന്ന് ചുമ്മാ ചാനലുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ അതിപ്പോഴും കിട്ടും. തിരുവനന്തപുരത്ത് മാത്രം ഒരു മാസത്തിനിടെ 2000-ലധികം പേർക്ക് ഡെങ്കിപ്പനി വന്ന ഒരു കാലഘട്ടം, 13 പേർ മരിച്ച കാലഘട്ടം. എലിപ്പനി പടർന്ന സമയത്തും പ്രധാന നിരത്തുകളിലെ മാലിന്യം നീക്കാനോ സംസ്കരിക്കാനോ അന്നത്തെ തദ്ദേശ ആരോഗ്യ വകുപ്പുകൾ ശ്രമിച്ചില്ല, ഒരു നടപടി എടുത്തില്ല. ഇന്ന് മാധ്യമങ്ങൾ മാലിന്യമുള്ള ഇടമൊക്കെ തേടി ഇങ്ങനെ നടക്കുകയാണ് വാർത്ത ചെയ്യാൻ വേണ്ടി. VS ശിവകുമാർ ആയിരുന്നല്ലോ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അന്നത്തെ സേവനം സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് അന്നത്തെ ആരോഗ്യമന്ത്രിയെ കുറിച്ച് നാട്ടുകാർ മുഴുവനും പറഞ്ഞിരുന്നത്. ED ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ അന്വേഷിക്കുന്ന അഴിമതി, അനധികൃത സ്വത്ത് സമ്പാദന കേസുകൾ, അങ്ങനെ നിരവധി കേസുകൾ മൂപ്പരുടെ പുറകെ ഇപ്പോഴും ഉണ്ട്. കൂടാതെ ആരോഗ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഒരു ആശുപത്രി തന്നെ സ്വന്തമാക്കി എന്ന ആരോപണവും നേരിടുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഈ പറയുന്ന അന്നത്തെ കാലഘട്ടത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ശിവകുമാർ. ഡെങ്കിപ്പനി വ്യാപിച്ച കാലത്ത് സർക്കാർ ആശുപത്രികളിലെ ദുരവസ്ഥ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയായതും കേരളം നാണം കെട്ട് തല കുനിച്ചു നിന്നതും ആരും മറന്നു കാണില്ല.
പഴയ UP മോഡലായിരുന്നേ അന്ന് ഇവിടുത്തെ അവസ്ഥ. ദിവസേന ശരാശരി 70 ഡെങ്കിപ്പനി, 20 എലിപ്പനി, 10 ഹെപ്പറ്റൈറ്റിസ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും ആരോഗ്യ വകുപ്പ് അനങ്ങിയ പോലുമില്ല. സ്വകാര്യ മരുന്ന് ലോബിയെ സഹായിക്കാൻ സർക്കാർ ഡിസ്പെൻസറികളിലെ മരുന്ന് കത്തിച്ചു കളഞ്ഞതും മാലിന്യ കുഴികളിൽ നിക്ഷേപിച്ചതും അന്നത്തെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇതൊക്കെ UDF കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്, മറന്നുപോകരുത്. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാർത്തകൾ കേൾക്കാനുണ്ടോ? ഉണ്ടാകില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പിന്നെ സർജറിക്ക് ഉപകരണങ്ങളുടെ ക്ഷാമം പ്രശ്നമായിരുന്നില്ല കേട്ടോ. എന്താണ് കാരണം? സർജറിയെ ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗ്രൂപ്പ് മാറി രക്തം കുത്തിവെച്ച് രോഗി മരിച്ച സംഭവം തുടർന്ന് ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ ഇരുന്ന UDF സർക്കാരിനെയും ആരും മറന്നു കാണില്ല. എന്നിട്ട് ഇപ്പോഴത്തെ UDF ഈ ഒരു മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളെ ഓർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ഈ മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ നാണമാകുന്നില്ലേ എന്ന് തന്നെയാണ് ചോദിച്ചു പോകുന്നത്. സത്യത്തിൽ കഷ്ടമുണ്ടെന്ന് പറയാതെ വയ്യ. ഇവര് തകർത്ത എറിഞ്ഞ ആരോഗ്യ മേഖലയെ, അതായത് ഇന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതാക്കിയ ഒരു സർക്കാർ, അടച്ചുപൂട്ടലിന്റെ വക്കിലിരുന്ന, എന്തിനാ അടച്ചുപൂട്ടിയ പല ആശുപത്രികളും ഇന്ന് നല്ല രീതിയിൽ തന്നെ അത്യാധുനിക സൗകര്യത്തോടെ പ്രവർത്തിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ UDF ഭരിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ കോട്ടയം മെഡിക്കൽ കോളേജിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല. ഇവിടെ അത് ബലക്ഷയമുള്ള ഒരു കെട്ടിടമാണെന്ന് മനസ്സിലാക്കുമ്പോൾ കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടം പണിത് ഇപ്പോൾ മനോഹരമായ ഒരു കെട്ടിടം കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിരിക്കുകയാണ്. അങ്ങോട്ടേക്കെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഈ ഒരു അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനൊരു ആക്സിഡന്റ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആരും വരുത്തി തീർത്ത ഒരു അപകടമൊന്നുമല്ല. ഇങ്ങനെയാണെങ്കിൽ നാളെ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ റോഡിലൊക്കെ ആരെങ്കിലും ഒക്കെ വണ്ടി ഇടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് പറയാമല്ലോ, അല്ലെ? അങ്ങനെ ആവശ്യപ്പെടുമല്ലോ ഇവര്. അതായത് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന ആളുകളൊക്കെ രാജിവെക്കണം എന്ന് പറഞ്ഞിറങ്ങുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ? വെറുതെ അങ്ങ് വിളിക്കുകയാണ്, അങ്ങ് വീണ ജോർജ് രാജിവെക്കണം എന്ന്. അതായത് എന്തെങ്കിലുമൊക്കെ രീതിയിലൊരു ഒരു എന്താ പറയുക, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ പോലും ആ ആക്സിഡന്റ് പോലും ഏത് വകുപ്പിൽ ചേർത്ത് ആർക്കെതിരെ ആരോപണം ഉന്നയിച്ച് ആര് രാജിവെക്കണമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിപ്പെടുന്ന നിലയിലേക്ക്, അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് UDF മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു വലിയ ലോട്ടറി കിട്ടിയത് പോലെയാണ് ഇവരൊക്കെ കടന്ന് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ വലിയ ലോട്ടറി അടിച്ചോളാണ്. ഒരു മരണമാണ്, ഒരു കുടുംബത്തിന് ഒരു അമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു, മക്കൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ അമ്മയാണ്. ആ കുടുംബം എത്രത്തോളം വേദനയിലാണ്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നതിന്, കുത്തി നോവിക്കുന്നതിന് തുല്യാകില്ലേ എന്ന ചിന്തയൊന്നും ഇല്ലെന്നേ. എങ്ങനെ ഈ ഒരു വിഷയത്തെ അങ്ങ് ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൽ കുറെ തെറ്റിദ്ധാരണ പടർത്തുന്ന പല കാര്യങ്ങളൊക്കെ ഇൻജക്ട് ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാം എന്നോർത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഇവർക്ക് ഈ പറയുന്ന പോലെ കിട്ടിയിരിക്കുന്ന ഒരു ഇര എന്ന് പറയുന്നത് ആ പാവം ബിന്ദുവാണ്. ആ കുടുംബം പോലും ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇവർ ഈ രീതിയിലുള്ള പല രീതിയിലുള്ള വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു നാടിന് തന്നെ ശാപമാകുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും പറഞ്ഞ് രംഗത്തേക്ക് വരുന്നത്. ഇതൊന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ല കേട്ടോ. രാഷ്ട്രീയ പ്രവർത്തനം ഇതാണെന്ന് ഓർത്ത് ആരെങ്കിലും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമോ എന്ന ഭയം പോലും നമുക്ക് സത്യം ഉണ്ട് എന്നുള്ളതാണ്. VD സതീശനെ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥയാകും എന്ന് മാത്രമേ പറയാനുള്ളൂ.